ഇത് തിങ്കളാഴ്ച രാവിലത്തെ വിശേഷമാണ് കേട്ടോ ഞാൻ കാണിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ നേരം വൈകി 6 മണിയൊക്കെ ആയി കേട്ടോ. മോനാണെങ്കിൽ 7 മണിക്ക് പോകേണ്ടതാണേ. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ചായ വെച്ച് മോനെ വിളിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവന് കഴിക്കാനുള്ളത് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. പിന്നെ ദോശമാവോ ഇഡ്ഡലിമാവോ ഒന്നും ഇല്ലാത്ത ദിവസമാണിന്ന്. അപ്പോൾ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള കറിക്കുള്ളത് നുറുക്കി ഉണ്ടാക്കുകയാണ്. സബോളയും ഉരുളക്കിഴങ്ങും ഇഞ്ചിയും പച്ചമുളകും കൂടി നുറുക്കിയത് കുക്കറിലിട്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഞാൻ ബാജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എളുപ്പമായിട്ട് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ബാജി ചപ്പാത്തി ഉണ്ടാക്കി അവനെ പറഞ്ഞു വിടാമെന്ന് വിചാരിച്ചു. ഇപ്പം തന്നെ 6:15 കഴിഞ്ഞു കേട്ടോ. അപ്പം അതിനിടയിൽ കൂടെ എൻ്റെ ചായ കുടി നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അവന് മാത്രമുള്ള കുറച്ച് പൊടി എടുത്തിട്ട് കുഴച്ചെടുത്തു കേട്ടോ, ഗോതമ്പ് പൊടി. അത് കഴിഞ്ഞ് അത് കുഴച്ച് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഇസ്തിരി ഇടാൻ വന്നു. അവൻ്റെ യൂണിഫോമാണ് കേട്ടോ. അവൻ കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും അവൻ്റെ യൂണിഫോമൊക്കെ ഞാനിങ്ങനെ ഇസ്തിരി ഇട്ട് വെക്കുകയാണ് ചെയ്യാറ്. കഴിക്കാനുള്ളതൊക്കെ മേശപ്പുറത്ത് എടുത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ രാവിലത്തെ ഒരു തിരക്കാണ് കേട്ടോ അത്. 7 മണി കഴിഞ്ഞ് ഇറങ്ങിയില്ലെങ്കിൽ അവന് ട്രെയിൻ മിസ്സാവും. ട്രെയിനിലാണ് കേട്ടോ മോൻ പോണത്. അവൻ തൃശ്ശൂരാണ് പഠിക്കണത്. അപ്പോൾ ഞാൻ ഇസ്തിരി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു 3 ചപ്പാത്തി പരത്തി അത് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അതിനിടയിൽ ഞങ്ങളുടെ കഷ്ണം വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വിസിൽ വന്നു, വെന്തു. ഞാനൊക്കെ കുത്തി ഉടച്ച് കടുകൊക്കെ വറുത്ത് അവന് കഴിക്കാൻ കൊടുത്തു. പിന്നെ അവൻ പോയതിന് ശേഷം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി ഉച്ചക്കിലേക്കുള്ള കേബേജും ക്യാരറ്റും കൂടി തോരനും വെച്ചു, സാമ്പാറും വെച്ചു കേട്ടോ. പിന്നെ അങ്ങനെ ഊണ് കഴിഞ്ഞ് കിടന്നുറങ്ങി. പിന്നെ ഒരു 3:30-ക്കൊക്കെ എണീറ്റ് ഞാൻ അരി അരയ്ക്കാൻ ഇട്ടു കേട്ടോ. പിന്നെ അതിനിടയിൽ കൂടി ചായയും വെച്ച് കുടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം.